സഖാവ് ചിത്തരഞ്ജനോട് വേല കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ശ്രമിച്ചു. സഖാവ് ചിത്തരഞ്ജന്റെ വരട്ടൽ കേട്ടാൽ ഞാൻ 6ാമത്തെ വയസ്സിൽ പോലും പേടിക്കത്തില്ലായിരുന്നു. അപ്പൊ ചർച്ചയിൽ വന്നിരുന്നത് തന്റെ വാദം ജയിക്കാൻ വേണ്ടി താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്ന പച്ച കള്ളം പറയാൻ പാടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ചർച്ച കാണുകയല്ലേ? താങ്കൾ ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? ഇതാണ് വസ്തുത എന്ന് പറയുമ്പോ വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിനെ പച്ചക്കള്ളം എന്നല്ലാതെ അദ്ദേഹത്തിന് പിന്നെ സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന് സത്യവാൻ പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ കഴിയുമോ? കഴിയില്ല. അദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ്. പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ചാൻസലർക്ക് പ്രോ ചാൻസലർ ഈ ഗവൺമെന്റ് അവരുടെ അഭിപ്രായമാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അധികാരാവകാശം ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. MLA അല്ലേ, അങ്ങനെ കത്ത് കൊടുക്കാൻ കഴിയില്ല എന്നറിയില്ലേ? ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. സർവകലാശാല നിയമനത്തിൽ ഒരു അധികാരവും ഇല്ല. എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെപ്പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? ഇതുകൊണ്ടാണ് ഹാഷ്മി ഞാൻ പറഞ്ഞത് പച്ചക്കള്ളം പറയുകയാണ്. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്.